യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്ന എവിടെയാണ്? മിക്കവാറും ആ സ്ഥലത്ത് താമസിക്കാനുള്ള പണമായിരിക്കും ഏറ്റവും കൂടുതലായി വരിക. പക്ഷെ പാലക്കാട് സൈലന്റ് വാലിയിൽ വന്നാൽ താമസത്തെക്കുറിച്ചോ അതിൻ്റെ പണച്ചെലവിനെക്കുറിച്ചോ ആരും വേവലാതിപ്പെടണ്ട. 2500 രൂപ മുതൽ ഇവിടെ താമസ സൗകര്യം കിട്ടും. ട്രക്കിങ്ങും ഫുഡും അങ്ങനെ അടക്കമുള്ള പല പല പാക്കേജുകളും ഉണ്ട്. കിഴക്കോട്ടൊഴുകുന്ന ഒരു പുഴയുണ്ട് അട്ടപ്പാടിയിൽ, ഭവാനിപ്പുഴ. അതിനടുത്താണ് താമസം. നല്ല തണുത്ത കാലാവസ്ഥ. മരങ്ങളുടെ നിഴലുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണാം, റിവർ ഹട്ട്. അച്ഛനും അമ്മയും 2 കുട്ടികളുള്ള ഒരു കുടുംബത്തിന് 2500 രൂപയ്ക്ക് ഒരു ദിവസം ഒന്ന് മാറി നിൽക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പ്രകൃതിയോട് ഇണങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിങ്ങനെ താമസിക്കാം. കിഴക്കോട്ടൊഴുകുന്ന പുഴയെ നോക്കി അല്പനേരം ഇരിക്കാം. പുഴ ഏകദേശം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ സൈലന്റ് വാലിയുടെ ഏകദേശം ഉൾഭാഗങ്ങളിൽ ഉത്ഭവിച്ച് ഇവിടം വരെ ഏകദേശം നമ്മുടെ മുക്കാലി സെൻറ്റർ വരെ എത്തിയിട്ട് ഇത് ഇവിടുന്നാണ് 90 ഡിഗ്രി തിരിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. അതായത് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു പോകുന്നത്. ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള എല്ലാം ഉണ്ട് ഇവിടെ, അതും 2500 രൂപ നിരക്കിൽ. അവിടെ ഇപ്പോൾ ചില റെനോവേഷൻ വർക്കുകൾ നടന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ റേറ്റ് റിവൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പഴയ നിലയിൽ ആ റേറ്റിലാണ് നടന്നു പോരുന്നത്. ഈ റിവർ സൈഡ് മാത്രമല്ല, വനം വകുപ്പിന്റെ പല പല പാക്കേജുകളും സൈലന്റ് വാലിയോടനുബന്ധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള സ്റ്റേ ഉണ്ട്. ഒരെണ്ണം കൂടി നമുക്കൊന്ന് കാണാം. അടുത്ത സ്ഥലം കാടിനുള്ളിലാണ്. ജീപ്പിലാണ് യാത്ര. ചുറ്റും സൈലന്റ് വാലിയുടെ മനോഹരമായ കാടാണ്. ഈ കാടിന്റെ നടുക്ക് ഒരു രാത്രി നമുക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 2 പേർക്കായിട്ട് തങ്ങാം. ഒരു വൈകുന്നേരം ആകുമ്പോൾ മൃഗങ്ങളൊക്കെ ഈ അടുത്തന്നെ ഉണ്ടാവും. നമ്മുടെ പരിസരത്ത് തന്നെ അന്നേരിട്ട് കാണാൻ പറ്റും. ഒരു 3 മണിക്ക് ശേഷം അതൊക്കെ അവർക്ക് ഭയങ്കര ആകർഷണ ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനൊക്കെ നല്ല രസമാണ്. നല്ല വ്യൂ ആണ്, നല്ല ബ്യൂട്ടിയാണ്. ഈ മുറിയിൽ 2 പേർക്കാണ് താമസിക്കാൻ കഴിയുക. ഇതിപ്പോൾ റിനോവേഷന് വേണ്ടി അടച്ചേക്കാണ്. കുറച്ച് നാൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും തുറക്കും. അപ്പോൾ വലിയ വലിയ സൗകര്യങ്ങളുണ്ടാകും. ഇവിടെ സ്റ്റേ മാത്രമല്ല, നല്ല ട്രക്കിംഗ് ഉണ്ട്, 3 നേരം ഫുഡുണ്ട്. അങ്ങനെ ഗംഭീരമായുള്ളൊരു സ്റ്റേ ആണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത്. നിലവിലിപ്പോൾ ഇതിന് 4000-നോടടുത്താണ് രൂപ. പക്ഷെ ഇത് റിനോവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറ്റം വരും. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കേണ്ടാത്തവർക്ക് വേണമെങ്കിൽ അടിയിൽ ടെൻറ്റ് സ്റ്റേ അടക്കമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.